നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കോഴിക്കോട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി എ.പി. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സംഘവും പങ്കെടുത്തു. പ്രോട്ടോകോൾ പ്രകാരം പ്രതിരോധം തുടങ്ങിയെന്നും രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടണമെന്നും മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. നിപ പ്രതിരോധത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല. കോഴിക്കോട് ആരോഗ്യവകുപ്പിന് നല്ലൊരു ടീമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഏതാണ്ട് ആ പ്രദേശത്ത് 320 വീടുകളാണുള്ളത്. ആ 320 വീടുകളിലും ഏതാണ്ട് 300 വീടുകൾ ഫീൽഡ് വർക്കേഴ്സ് ഇതിനകം തന്നെ പോവുകയും ബന്ധപ്പെടുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റമോ മറ്റെന്തെങ്കിലും കാര്യമോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള 3 പേര്, ആ ഹൈ റിസ്ക് ആയിട്ടുള്ള 3 പേരെയും പ്രത്യേകം പരിശോധന നടത്തി. അവരും നെഗറ്റീവായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. പൊതുവെ വലിയ രീതിയിൽ കൂടുതൽ സ്പ്രെഡോ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. നന്ദഗോപാൽ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. നന്ദു, യോഗത്തിന്റെ വിശദാംശങ്ങൾ, ഒപ്പം മുന്നോട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് പൂനെയിൽ നിന്നുള്ള ICMR NIV സംഘങ്ങൾ അവിടേക്ക് എത്തിയത്. 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രി എ.പി. അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 പേരുടെ പരിശോധനാ ഫലം റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയ സമ്പർക്കം ഈ രോഗബാധിതനുമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ പരിശോധനാ ഫലം എന്നുള്ളതാണ് മന്ത്രി അനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒരാക്ഷേപം ഉന്നയിച്ചത് പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ട്, കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുകൂടെ പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അത് രോഗവ്യാപനം ഇല്ല എന്നുള്ളതിന്റെ നിഗമനത്തിലാണ് അത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള 11 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്, ഒരാൾ കണ്ണൂർ ജില്ലയിലുള്ളവരാണ്, ബാക്കിയുള്ളവരെല്ലാം കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ളവരാണ്. അവർക്കൊന്നും തന്നെ രോഗലക്ഷണമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവരും നിരീക്ഷണത്തിൽ തന്നെയാണ്, വീടുകളിൽ തന്നെയാണ് നിരീക്ഷണത്തിലുള്ളത്. 3 പേർ, അതായത് ഇപ്പോൾ പരിശോധനാ ഫലം വന്ന 3 പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർക്കും മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെയില്ല. അതോടൊപ്പം ഈ ഭാഗത്ത് രോഗബാധിച്ച ഭാഗത്ത് രാമനാട്ടുകര ഭാഗത്തും ഫറോക്കിലും ഉൾപ്പെടെ കൃത്യമായ നിരീക്ഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പനിയോ മറ്റ് രോഗലക്ഷണമോ ഉള്ള ആരെ കണ്ടാലും അവർക്ക് കൃത്യമായ പ്രതിരോധ പ്രവർത്തനം ഉണ്ടാകും. അതോടൊപ്പം അവരുടെ എല്ലാം സാമ്പിളുകളും പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിലേക്ക് എത്തും. അതിനുശേഷം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകോപനം കൂടെ ഇവിടെ ഉണ്ടാകും. അതേസമയം ഈ കേന്ദ്ര സംഘം അവർ എത്തിയതിനു ശേഷം ഈ രോഗവ്യാപനം ഉണ്ടായ ഭാഗത്തൊക്കെ എത്തി പരിശോധിക്കാനുള്ള സാധ്യത കൂടെ പറയുന്നുണ്ട്. എവിടെ നിന്നുമാണ് ഈ രോഗമുണ്ടായത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു പരിശോധന ഇവരുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകും. ഏതായാലും കൃത്യമായ യോഗങ്ങൾ ജില്ലയിൽ ചേരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആശങ്കയ്ക്കുള്ള അടിസ്ഥാനങ്ങളൊന്നും തന്നെയില്ല, രോഗവ്യാപനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ രോഗബാധിതനായ വ്യക്തി, നിപ്പ ബാധിച്ച വ്യക്തിക്ക് ഇപ്പോഴും ആരോഗ്യനിലയിൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. നിപ്പയുമായി ബന്ധപ്പെട്ട ആദ്യ ഡോസ് മരുന്നുകളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതുമാത്രമാണ് ഇപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഏതായാലും ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. നിലവിൽ മറ്റ് ആശങ്കകളൊന്നും വേണ്ട എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്.